Hi all, this is your Shahad. Welcome back to my YouTube channel. കാശ്മീർ യാത്ര കഴിഞ്ഞ് തിരിച്ച് ബഹ്റൈനിലെത്തി ഒരവധി ദിവസം ഞാൻ നടത്തിയ യാത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ മോൻ എൻ്റെ ചക്ര പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ ബഹ്റൈനിൻ്റെ ചരിത്രം പറയുന്ന ബഹ്റൈൻ മ്യൂസിയവും ബഹ്റൈൻ മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ നടത്തിയ ബോട്ട് യാത്രയുമാണ്. എൻ്റെ കൂട്ടുകാരൻ ഷിൻഡോയും അവൻ്റെ ഫാമിലിയും ഞങ്ങളുടെ യാത്രയിലുണ്ടായിരുന്നു. ഈ യാത്രയിൽ ഞാൻ പരിചയപ്പെട്ട ഷിൻഡോയുടെ അമ്മ പ്രായം കൊണ്ട് എൻ്റെ ഉമ്മയുടെ വയസ്സുണ്ടെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി. ഞാനുണ്ട് ക്യാമറ റോളിംഗ് റോളിംഗ് കറങ്ങി 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 ബ്രിഡ്ജിൻ്റെ മുകളിൽ അവർ ഓടിയപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് ഒപ്പം ഞാനും ഓടി നിങ്ങളെ വൈറലാക്കുമെന്ന് പറഞ്ഞ്. മനസ്സുകൊണ്ട് അവർ ചെറുപ്പമാണെന്ന് എനിക്ക് തോന്നി. ഇതുപോലുള്ള ചെറിയ തമാശകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ബഹ്റൈൻ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മനാമയാണ്. ചരിത്രത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർക്കും ശാന്തമായ ഒരു അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ബഹ്റൈൻ മ്യൂസിയം. വിശാലമായ കാർ പാർക്കിങ്ങും മ്യൂസിയത്തിൻ്റെ പുറത്തെ കാഴ്ചകളും മനോഹരമാണ്. മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് 1 ദിനാറും 200 ഫിൽസുമാണ്. അതിൽ കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ബഹ്റൈനിൽ മാർപ്പാപ്പ വന്നപ്പോൾ ഉപയോഗിച്ച കാറായിരുന്നു അത്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് നടന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ലക്ഷറി ആയിട്ടുള്ള പഴക്കമുള്ള ഒരു മനോഹരമായിട്ടുള്ള കാറ് ഞങ്ങൾ അവിടെ കണ്ടു. മക്കളെ സൂക്ഷിച്ച് നോക്കിക്കോ. നാട്ടിലുള്ള ആൾക്കാർ, ഞങ്ങൾ പാവപ്പെട്ട പ്രവാസികൾ തിന്നുന്ന പ്രധാനപ്പെട്ട ആഹാരമാണ് ഇത്. കണ്ടു നിങ്ങൾ വിചാരിക്കും ഗൾഫല്ലേ പൊളിയല്ലേ, എല്ലാ ഒരു ഉച്ച എടുത്താൽ കിട്ടുന്ന കുബൂസാണിത്. കുബൂസ് ഇതേ രീതി തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഇവർ തുടരുന്നത്. പ്രവാസികൾ ഭൂരിഭാഗം ആൾക്കാരും കഴിക്കുന്ന രാവിലെ രാത്രിയായിട്ട് കഴിക്കുന്ന ഭക്ഷണം അതുണ്ടാക്കുന്ന രീതിയാണിത്. മ്യൂസിയത്തിലുള്ള ലൈവാണ് ഗൈസ്. പ്ലീസ് ഡു നോട്ട് ടച്ച്. ഒരു കുട്ടിയുടെ ജനനം, അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ, ഒരു കല്യാണ വീട്, ആ കല്യാണ വീട്ടിലെ അവരുടെ ആചാരങ്ങൾ, ഇതൊക്കെ മ്യൂസിയത്തിൽ ഒരു ഡെമോ പോലെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. കല്യാണത്തിന് അവരുപയോഗിക്കുന്ന ആഭരണങ്ങൾ, അറബികളുടെ വസ്ത്രരീതിയും അവരുപയോഗിക്കുന്ന ആഭരണങ്ങളുടെ ഡെമോയും അവിടെ കാണാൻ കഴിഞ്ഞു. ഓരോ നാടിനും ഓരോ വസ്ത്രരീതിയുണ്ട്. അറബികളുടെ വസ്ത്രരീതിയും അവർ മ്യൂസിയത്തിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നു.
ജീവിതത്തിൽ വരുന്ന ആളും ഈ ഈത്തപ്പഴം എടുത്ത് തിന്നണ്ട, ഇത് ഒറിജിനലല്ല. ഇവിടെ ഒരു കാക്ക തക്കാളിയും ഉരുളക്കിഴങ്ങ് ഈത്തപ്പഴമൊക്കെ വെക്കുന്നൊരു കാക്ക ഉണ്ട് ഇവിടെ. ഹെൽപ്പറായിട്ട് 3 ഉമ്മമാരും. പണ്ടത്തെ ചെരുപ്പ്. ആ ഇതാണ് നമ്മളെ കൊല്ലന്മാർ കേട്ടോ. നാട്ടിലെ കൊല്ലപ്പണി അതേ പണി തന്നെ ഇവിടെ. ഇവൻ ചില്ലറക്കാരനല്ല, ഇവനെ നോക്കി വെച്ചോ. ഇവൻ പണ്ടത്തെ സ്വർണ്ണം ഒരുക്കുന്ന ചെങ്ങായാണ്. എൻ്റെ മോൻ കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ചക്കര ഇതെന്നാ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ. ആ 2 കാക്കന്മാർ എന്തിനാ അവിടെ ഇരിക്കുന്നേ? ഇതെന്താ സംഭവം, ഉരുക്കുന്നോ? എൻ്റെ ഓൾ എന്നെ അപമാനിക്കുന്നു ഗൈസ്. എനിക്ക് വീഡിയോ എടുക്കുന്ന അറിഞ്ഞോടാന്ന് പറയുന്നു. ഞാൻ വളരെ സ്ലോ ആണെന്ന് പറയുന്നു ഗൈസ്. ആണോ ഗൈസ്? ഞാൻ സ്ലോ ആണോ ഗൈസ്? ഇതാണ് ബഹ്റൈനിലെ പണ്ടത്തെ മാർക്കറ്റ്. എവിടെ ചക്ര ഹോസ്? ചക്കരക്കായാലും ഒരു സംഗതി ചക്കര കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹോസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പണ്ട് ഇവിടുത്തെ ആൾക്കാർ വീടുണ്ടാക്കാൻ ഉപയോഗിച്ച കല്ലാണിത്. പണ്ടത്തെ പാത്രങ്ങൾ കണ്ടോ ഗൈസ്? കണ്ടോ നിങ്ങൾ? കണ്ടോ? സൂം ചെയ്ത് കണ്ടോ ഗൈസ്? വെള്ളിയാഴ്ച കിടന്നുറങ്ങേണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എൻ്റെ ഓളെ കൂട്ടം കേട്ട് കളത്തിൻ്റെ വീഡിയോ എടുക്കാൻ മ്യൂസിയത്തിൽ വന്നതാണ് ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഞാൻ പാവല്ലേ ഗൈസ്? പണ്ട് കാലങ്ങളിൽ നാണയങ്ങളും വൈരങ്ങളെല്ലാം സൂക്ഷിച്ചത് ഇങ്ങനെയാണ് ഗൈസ്. നിങ്ങളടുത്ത് വൈരങ്ങളുണ്ടോ ഗൈസ്? ഗൈസ് കോണ്ടാക്ട് നമ്പർ തരാ, ബന്ധപ്പെടുക ഗൈസ്. ഇത് ആറാദ് ഫോർട്ട്. ഇതിപ്പോഴും ബഹ്റൈനിലുണ്ട് കേട്ടോ. നമുക്കൊരു ദിവസം അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും ഗൈസ്, ചെയ്തിരിക്കും. മാഹിഷ ചെയ്തിരിക്കും. റിഫ ഫോർട്ട് ഗൈസ്. ഗൈസ് ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. ഇതാണ് പണ്ട് കാലങ്ങളിൽ അറബികൾ ഉപയോഗിച്ചിരുന്നത്. വടിവാള്, പരിച കണ്ടോ ഗൈസ്, തോക്ക്, ഉറുമി. ട്രഡീഷണൽ നമ്മൾ ആലപ്പുഴ കായലിലെ വള്ളം കളി മത്സരം പോലുള്ള ഒരു വള്ളം ഉണ്ട് ഇവിടെ കാണുന്നത്. അറിയാവുന്നോല് കമൻറ്റ് ചെയ്യൂ ഗായ്സ്. ഇതാണ് പല്ല്. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇത് ലോവർ ജോയാണ്. ആൻറ്റീരിയറിൽ ലാറ്ററലും സെൻട്രലും മിസ്സിങ് ആണ്. കനുവിന് തൊട്ട് അങ്ങോട്ടുണ്ട്. സെൻട്രൽ ആരോ അടിച്ചുകൊണ്ട് പോയതാണ്. ഇതെന്താ, ഇത് കൈയിൻ്റെ അരം ബോണാണ് ഗൈസ്. കാണുന്ന അഗസ്തി കൂടാണ് ഗൈസ്. കണ്ണില്ലാത്ത ഇത് അപ്പുള്ള പല്ല് അങ്ങനെ തന്നെ ഉണ്ട്.
ഗൈസ് ഇത് നാച്ചുറലായിട്ടുള്ള ഞാൻ തോന്നുന്നുണ്ട് ഏതോ. നിങ്ങൾക്ക് ബഹ്റൈനിൽ വന്നാൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്നാൽ മീൻസ് ഉൾപ്രദേശങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയാൽ ബഹ്റൈൻ്റെ ഇങ്ങനത്തെ മൺകൂനകൾ കാണാം. അത് ഇവിടെ ബഹ്റൈൻ മ്യൂസിയത്തിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഹന്നത്ത് അങ്ങോട്ട് കയറിയിട്ട് അത് കാണുന്നുണ്ട്. നമുക്കും പോയി നോക്കാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. ഇവിടെ ഫുള്ള് അഗസ്തി കൂടാണല്ലോ. ഇതിലുണ്ട് അഗസ്തി കൂടം. സ്പീഡാക്കാൻ പോവാണ്, കാരണം ഇത് ഞാൻ സ്ലോ ആണെന്നാണ് എൻ്റെ വൈഫ് പറയുന്നത്. വളരെ സ്ലോ ആണെന്ന്. അസ്ഥി ഞാൻ കുറച്ച് സ്പീഡാക്കാണ്. അസ്ഥി കൂടെ ഉണ്ടല്ലോ, എല്ലാത്തിലും എല്ലാം അരച്ച് വെച്ചില്ലേ. പണ്ടത്തെ അറബികൾ ഫുള്ള് ഫയറാണ് ഗൈസ്. എല്ലാത്തിനും അടിച്ച് പരിപ്പാക്കി കുപ്പിയിലാക്കി വെച്ചിട്ട്. നമ്മളെ ഇപ്പം വീഡിയോ എടുക്കുന്ന ഹന്നത്താണ്. നമ്മളെ പ്രധാന ഉദ്ദേശം ഹന്നത്തിനെ വെറുപ്പിക്കുക എന്നുള്ളതാണ്. ഹന്നത് എത്തുന്ന ചേച്ചി പറയുന്ന ക്യാമലല്ല. ചരിത്രത്തെക്കുറിച്ച് അറിയാൻ ഇഷ്ടപ്പെടുന്നവർ, അവധി ദിവസം ഫാമിലിയുമായിട്ട് കുറച്ച് സമയം പുറത്ത് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ബഹ്റൈൻ മ്യൂസിയം റെക്കമെൻഡ് ചെയ്യുന്നു. ബഹ്റൈൻ മ്യൂസിയത്തിൽ നിന്നു തന്നെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നടത്തിയ ബോട്ട് യാത്ര അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു യൂട്യൂബറല്ല, ജോലിക്കിടയിൽ ഒരു പാഷനായിട്ട് ചെയ്യുന്നതാണ് വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ മേക്കിങ്ങും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതൊരു മോട്ടിവേഷനാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ഓൾ മൈ ഫ്രണ്ട്സ്, സീ യു.